The Real FM 103.6. ശ്രദ്ധ. സാമ്പത്തിക രംഗത്ത് പലതരം തട്ടിപ്പുകളെക്കുറിച്ച് നാം കേൾക്കാറുണ്ട്. ധനകാര്യ സ്ഥാപനങ്ങൾ ആരംഭിച്ച് നിക്ഷേപമായും ചിട്ടിയായുമെല്ലാം പണം ശേഖരിച്ച് ഒരു സുപ്രഭാതത്തിൽ മുങ്ങുന്ന ആളുകളെക്കുറിച്ചും നാം കേട്ടിട്ടുണ്ട്. എന്നാൽ രാജ്യത്തെ പ്രശസ്തമായൊരു ബാങ്കിന്റെ പേരിൽ വ്യാജ ശാഖ ആരംഭിക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവമായിരിക്കും. ഛത്തീസ്ഗഡിലെ റായ്പൂരിനടുത്ത് ശക്തി ജില്ലയിലെ ഛപ്പോര എന്ന ഗ്രാമത്തിലാണ് തട്ടിപ്പുകാർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വ്യാജ ശാഖ ആരംഭിച്ചത്. കാഴ്ചയിലും പ്രവർത്തനത്തിലുമെല്ലാം SBIയുടെ ഒരു ശാഖ പോലെ തന്നെയായിരുന്നു ഇത്. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 18-നാണ് ഈ വ്യാജ ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത്. മാനേജർ തുടങ്ങി കാഷ്യർ വരെയുള്ള ജീവനക്കാരെയും ഇവർ നിയമിച്ചിരുന്നു. ഇങ്ങനെ നിയമിക്കപ്പെട്ടവരിൽ നിന്ന് 6 ലക്ഷം രൂപ വരെ വാങ്ങിയതായും അറിയുന്നു. ജില്ലയിലെ മറ്റൊരു SBI ശാഖയിൽ ജോലിക്ക് അപേക്ഷിച്ചിരുന്ന പ്രദേശവാസിയായ ഒരു യുവാവിനുണ്ടായ സംശയമാണ് ഈ വ്യാജ ബാങ്കിനെ തിരിച്ചറിയാൻ സഹായിച്ചത്. പോലീസും SBI അധികൃതരും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ അന്വേഷണവും നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഇന്നത്തെ ശ്രദ്ധയിൽ ആദ്യം പ്രതികരിക്കുന്നു സാമൂഹ്യ നിരീക്ഷകൻ NM പിയേഴ്സൺ. ഇന്നലെ നമ്മളെ ഞെട്ടിപ്പിച്ച വാർത്ത, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ബ്രാഞ്ച് ഛത്തീസ്ഗഡിൽ ആരംഭിച്ചു. പ്രവർത്തനം തുടങ്ങി 10 ദിവസത്തിന് ശേഷമാണ് അത് വ്യാജ ബാങ്കാണ് എന്ന് തിരിച്ചറിയപ്പെട്ടത് എന്ന വാർത്തയാണ്. നമ്മൾ ജീവിക്കുന്നത് തികച്ചും ആധുനികമായ സാങ്കേതിക വിദ്യയുടെ ലോകത്താണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നു. നമ്മളുടെ പണമിടപാടുകളിൽ ബഹുഭൂരിപക്ഷം ഓൺലൈനിൽ നടക്കുന്നു. അക്കൗണ്ട് വഴിയല്ലാതെ നിങ്ങൾക്ക് 50,000 രൂപയ്ക്ക് മുകളിലുള്ള ഒരിടപാടും ഒരു ബാങ്കിലും നടത്താനായിട്ട് ബാങ്കുകൾ അനുവദിക്കുന്നില്ല. ഇങ്ങനെ ഉള്ള ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ നമ്മൾ പൊതുവെ സമൂഹം കരുതുന്നത് എല്ലാം വളരെ പെർഫെക്റ്റായി നീങ്ങിക്കൊണ്ടിരിക്കുന്നു. നമുക്കൊരിക്കലും ഇതിനകത്ത് ചതി പറ്റാൻ സാധ്യതയില്ല, ആളെപ്പറ്റിക്കുന്ന പരിപാടികൾ വരാൻ വഴിയില്ല. കാരണം എല്ലാം സൈബർ യുഗത്തിൽ സുരക്ഷിതമാണെന്നുള്ള വിശ്വാസമാണുള്ളത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ശാസ്ത്രത്തിന് ഒരിക്കലും കണ്ണില്ല, മുഖമില്ല, ഐഡന്റിറ്റി ഇല്ല എന്നുള്ളതാണ്. അതുണ്ടാക്കുന്നത് ശാസ്ത്രമല്ല, ഹ്യൂമാനിറ്റീസ് ആണ്. അപ്പൊ മനുഷ്യശേഷി വിഭവ കാര്യങ്ങളെ കുറിച്ചുള്ള പഠനം മനുഷ്യനിലേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ മനുഷ്യന്റെ ആവശ്യങ്ങൾ, മനുഷ്യന്റെ പ്രശ്നങ്ങൾ, മനുഷ്യന്റെ സ്നേഹം, മനുഷ്യന്റെ ബന്ധങ്ങൾ, അതിനൊക്കെ വലിയ പ്രാമുഖ്യവും പ്രാധാന്യമുണ്ട്. പക്ഷേ ശാസ്ത്രത്തിന്റെ സ്ഥിതി എന്താണ്? നമ്മൾ ന്യൂക്ലിയർ ഫ്യൂഷനും കണ്ടുപിടിച്ച സമയത്ത് ശാസ്ത്രത്തിന്റെ അത്ഭുതകരമായിട്ടുള്ള കണ്ടുപിടുത്തമായിട്ട് അത് വിലയിരുത്തപ്പെട്ടു. പക്ഷേ അതിൽ നിന്നാണ് ആറ്റം ബോംബ് പിറക്കുകയും അതുപോലെ നാഗസാക്കിയിലും ഹിരോഷിമയിലും അത് പൊട്ടുകയും ലക്ഷക്കണക്കിന് മനുഷ്യർ നിമിഷങ്ങൾക്കുള്ളിൽ കരിഞ്ഞ് ചാമ്പലായി തീരുകയും ചെയ്തു. ലോകം ഞെട്ടിയ ഒരു കാര്യം ശാസ്ത്രമാണ്. ശാസ്ത്രത്തെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ, ചീത്ത രീതിയിൽ ഉപയോഗിക്കാൻ എന്നുള്ളതാണ് നമ്മളെപ്പോഴും മനസ്സിലാക്കിയിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വളർന്ന് വികസിച്ച്, അതായത് നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത് വളർന്ന് വികസിക്കുകയും നമ്മളെല്ലാ കാര്യങ്ങൾക്കും വേണ്ടി അത് ഉപയോഗിക്കുകയും ചെയ്യുന്ന സമയത്ത് നമ്മൾ ആസ്വാദിക്കും. കാരണം നമുക്ക് പുതിയ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. പക്ഷെ ശരിയാണ്, നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എന്ന് പറയുന്നത് ഈ മെഷീനുകൾക്ക് ചെയ്യാനായിട്ട് കഴിയും. ആ മെഷീനുകൾ ഉപയോഗിച്ച് നമുക്കെതിരായും പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് കഴിയും എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടത്. എല്ലാ സംവിധാനങ്ങളും സമ്പൂർണ്ണമായിട്ടുള്ള സുരക്ഷിതത്വത്തിന്റെ ഒരു ലോകം നമുക്ക് തുറന്നു വെച്ചിരിക്കുന്ന സമയത്താണ് ആരെയും ഞെട്ടിക്കുന്നതായിട്ടുള്ള ഒരു വാർത്ത, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു കൃത്രിമമായിട്ടുള്ള ആർട്ടിഫിഷ്യലായിട്ടുള്ള ബ്രാഞ്ച് പ്രവർത്തിക്കുകയും 10 ദിവസങ്ങളോളം അത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. പിന്നീട് ആർക്കോ ഒരാൾക്ക് സംശയം തോന്നി. എന്നുവെച്ചാൽ ഇന്റലിജൻസ് സംവിധാനത്തിനല്ല, സാങ്കേതിക വിദ്യക്കല്ല, സുരക്ഷിതത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതായിട്ടുള്ള സുരക്ഷിതത്വത്തിന്റെ കണ്ണുകൾക്കല്ല അത് കണ്ടെത്താനായിട്ട് കഴിഞ്ഞത്. ഏതോ ഒരു സാധാരണ മനുഷ്യന് ഒരു സംശയം തോന്നി. അയാൾ അന്വേഷിക്കുകയും അയാളുടെ അന്വേഷണത്തിൽ അത് തെറ്റാണെന്ന് തോന്നുകയും ചെയ്തപ്പോൾ അത് അയാൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും അങ്ങനെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിന് വരികയും ഇത് വ്യാജമാണ് എന്ന് കണ്ടെത്തുകയും ചെയ്യാൻ. നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് ഒരു പെട്ടിക്കട നടത്തുന്നതിന് പോലും ലൈസൻസ് ആവശ്യമാണ്. ആ ലൈസൻസ് കൊടുക്കുന്നത് പഞ്ചായത്തിലാണ്. ഗ്രാമത്തിലാണെങ്കിൽ ഗ്രാമപഞ്ചായത്ത് ഉണ്ടാകും. ആ ഗ്രാമപഞ്ചായത്ത് പോലും അറിയാതെ വളരെ ഭംഗിയായിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാഞ്ച് തുറന്ന് പ്രവർത്തിക്കാൻ സ്റ്റേറ്റ് ബാങ്കിനെ കുറിച്ച് ഒന്നും അറിയുന്നില്ല. 10 ദിവസം കഴിഞ്ഞിട്ടും അവരറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ എന്ത് സുരക്ഷിതത്വമാണ് ബാങ്ക് നമുക്ക് നൽകുന്നത്? ഇന്ത്യയിലെയും ലോകത്ത് തന്നെയും പ്രമുഖമായ ബാങ്കുകളിലൊന്നാണത്. എങ്ങനെ മനുഷ്യൻ സുരക്ഷിതമായിട്ട് ഇത്തരം ബാങ്കുകളിലേക്ക് കടന്നു? ഇന്നത്തെ ലോകം വളരെ ആധുനികമാണ്, നിർമ്മിത ബുദ്ധിയുടെ ലോകമാണ്. പക്ഷേ ചതിയുടെ വഴികൾ വളരെ സുലഭമായിട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ലോകം കൂടിയാണ് ഇത്. നമ്മൾ തിരിച്ചറിയേണ്ടതാണ്.
അത്രമാത്രം ശ്രദ്ധയോടുകൂടി നമുക്ക് നമ്മുടെ സമൂഹത്തെ നിരീക്ഷിക്കൽ മാത്രമാണ് നമ്മൾക്ക് അപകടം കൂടാതെ പരിക്ക് പറ്റാതെ ചതി പറ്റാതെ മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും അധികാരികൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ജനങ്ങൾക്ക് സുരക്ഷിത ബോധം അന്യൂനമായി ലഭിക്കാനായിട്ടുള്ള സൗകര്യം ഉണ്ടാക്കുകയും ചെയ്യാം. വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശത്തെ ജനങ്ങളുടെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്യുകയാണ് തട്ടിപ്പുകാർ ചെയ്തത്. ഓരോ ബാങ്ക് ശാഖയിലും റിസർവ് ബാങ്കിന്റെ ലൈസൻസ് എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ പ്രദർശിപ്പിച്ചിരിക്കണം. SBI ഈ സംഭവത്തെ ഗൗരവത്തോടെ കണ്ട് നടപടികൾ സ്വീകരിക്കും. SBI പേരാമ്പ്ര ശാഖ ചീഫ് മാനേജർ K. രഞ്ജിത്ത് ശ്രദ്ധയോട്. ഇപ്പം SBIയുടെ ഒരു ബ്രാഞ്ച് കൃത്രിമമായി സൃഷ്ടിച്ച ഒരു ന്യൂസ് ഇപ്പൊ നമ്മൾ കണ്ടു. ഇത് നടന്നത് നമ്മുടെ നോർത്ത് ഇന്ത്യയിലുള്ള ഒരു വളരെ റിമോട്ട് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ്. അപ്പൊ അതായത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അത് അവിടെ തീരെ നിരക്ഷരായിട്ടുള്ള ജനങ്ങളാണ് അവിടെ ഉള്ളത്. വിദ്യാഭ്യാസ കാര്യങ്ങളൊന്നുമില്ല. തൊട്ടടുത്തുള്ള SBI ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ വളരെ 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 ദൂരത്തുള്ള സ്ഥലങ്ങളിലാണ് കിടക്കുന്നത്. അപ്പൊ ഇത് ചെയ്ത ആൾക്കാർ ശരിക്കും അവിടെയുള്ള നിരക്ഷര ആയിട്ടുള്ള ജനങ്ങളുടെ ആ ഒരു മനസ്സിനെയാണ് ചൂഷണം ചെയ്തിട്ടുള്ളത്. കാരണം അവർക്ക് ഒന്നും അറിയില്ല. ഈവൻ അവിടെ എംപ്ലോയീസ് ആയിട്ട് ഇവർ പൈസ വാങ്ങിച്ച് ചേർന്ന ആൾക്കാരുണ്ട്. സാധാരണത്തിൽ ഒരിക്കലും ഒരു പൊതുമേഖലാ സ്ഥാപനം പൈസ കൊടുത്തിട്ട് തൊഴില് പറ്റില്ല. പക്ഷെ അവിടുത്തെ ആൾക്കാർക്ക് അത് അറിയില്ല. അപ്പൊ അത് ചൂഷണം ചെയ്യാണ് ശരിക്കും ചെയ്തത്. ഒരിക്കലും ഒരു ബാങ്ക് റിസർവ് ബാങ്കിന്റെ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കാൻ പാടില്ല. എല്ലാ ബാങ്കിലും റിസർവ് ബാങ്കിന്റെ ലൈസൻസ് ഡിസ്പ്ലേ ചെയ്തിരിക്കണം. റിസർവ് ബാങ്കിന്റെ ലൈസൻസ് ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഒരു ബാങ്കിന് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതേപോലെ തന്നെ അവർക്ക് ഈ ബാങ്കിന്റെ ആ ഒരു ലുക്ക് ഉണ്ടാവുന്നല്ലാതെ വേറെ സോഫ്റ്റ്വെയർ പരമായിട്ടോ ഒന്നും തന്നെ അവർക്ക് ചെയ്യാൻ പറ്റില്ല. ഇവിടെ പ്രത്യേകമായിട്ട് നടന്നത് ഇത് മാത്രമേ ഉള്ളൂ. ആ ഒരു ഗ്രാമപ്രദേശത്തുള്ള വിദ്യാഭ്യാസം കുറഞ്ഞവരുടെ ആ ഒരു അറിവില്ലായ്മ ചൂഷണം ചെയ്തു. അത് മാത്രമേ ഇവിടെ നടന്നത്. തൊട്ടടുത്ത മീൻസ് എനിക്ക് തോന്നുന്നു കിലോമീറ്ററുകൾ അപ്പുറമുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാനേജർ അറിയുന്നത് തന്നെ ഗ്രാമത്തിലുള്ള ഒരു ആള് അറിയിച്ചിട്ടാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അവിടുന്ന് യാതൊരുവിധ കമ്മ്യൂണിക്കേഷൻസോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷനോ ഒന്നുമില്ലാത്തൊരു സ്ഥലത്താണ് ഇവര് ഫോക്കസ് ചെയ്തത്. അത് തന്നെയാണ് അവിടെ ചെറിയൊരു സമയത്ത് ഇങ്ങനെയുള്ളൊരു മോശാവസ്ഥ ക്രിയേറ്റ് ചെയ്യാനും കാരണം. ഇത് പൊതുജനങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. കാരണം ഏത് ബാങ്ക് തുടങ്ങുമ്പോഴും റിസർവ് ബാങ്കിന്റെ ലൈസൻസ് പുറമെ ജനങ്ങൾക്ക് കാണുന്ന വിധത്തിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കണം. പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബാങ്കിലെ ജീവനക്കാരുടെ അവർക്കൊരു ക്വാളിറ്റി ഉണ്ടാവും. ആ ക്വാളിറ്റി ഒരിക്കലും ഇതേപോലുള്ളവർക്ക് ഉണ്ടാവില്ല. എന്തെങ്കിലും ഒരു സസ്പെക്ട് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നിയറസ്റ്റ് ബാങ്കിൽ അല്ലെ പോലീസിൽ അതോറിറ്റീസിനെ നിങ്ങൾ അറിയിക്കുക. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്തായാലും ഈ ഒരു ന്യൂസിന്റെ പിറകിൽ വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കും. അതിന് യാതൊരു സംശയമില്ല. എല്ലാവരും വളരെ വിജിലന്റ് ആവുക. കേരളത്തിലൊന്നും അങ്ങനത്തെ ഒരു ഒരിക്കലും നടക്കില്ല. ഇത് നോർത്തിൽ നടന്ന ആ സംഭവമാണ്. എന്തെങ്കിലും സസ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഉടനെ തന്നെ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക. ഇതാണ് നമ്മൾ വേണ്ടത്. പൊതുമേഖലാ ബാങ്കുകൾ ഒരു പ്രദേശത്ത് പുതിയ ശാഖ ആരംഭിക്കുന്നത് അവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരുമായെല്ലാം ബന്ധപ്പെട്ട ശേഷം മാത്രമായിരിക്കും. ഒരിക്കലും ബാങ്ക് അവിടേക്കുള്ള ഉദ്യോഗസ്ഥരെ അതാത് സ്ഥലത്ത് നിന്ന് നേരിട്ട് നിയമിക്കുകയില്ല. ധനകാര്യ സാക്ഷരതാ കൗൺസിലറും IOB മുൻ ചീഫ് മാനേജറുമായ R. ഗിരീഷ് കുമാർ. ധനകാര്യ സാക്ഷരതയുടെ ഭാഗമായി ബാങ്കിംഗ് മേഖലയിൽ നടക്കുന്ന തട്ടിപ്പുകളെ കുറിച്ച് നമ്മൾ പലപ്പോഴും ജനങ്ങളെ ബോധവൽകൃതരാക്കാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സൈബർ തട്ടിപ്പുകളെ കുറിച്ചും ഒക്കെയാണ്. എന്നാൽ ഇപ്പോൾ ഒരു ബാങ്ക് തന്നെ വ്യാജമായി തട്ടിക്കൂട്ടി അവിടെ ജീവനക്കാരെയും നിയമിച്ച് 10 ദിവസത്തോളം പ്രവർത്തിച്ചു എന്ന് കേൾക്കുന്നത് അത്ഭുതകരമായ ഒരു കാര്യമാണ്. പക്ഷേ ഇത് നമ്മുടെ രാജ്യത്തെ ഒരു സംസ്ഥാനത്ത് ഒരു പ്രദേശത്താണെങ്കിൽ ഇതുപോലുള്ള തട്ടിപ്പുകൾ ഇനിയും മറ്റു പല പ്രദേശങ്ങളിലും വന്നുകൂടായികയില്ല എന്നുള്ള കാര്യവും നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ബാങ്കുകൾ തുടങ്ങുന്നതിന് അതിൻ്റെതായ നിയമമുണ്ട്. ബാങ്കുകൾക്ക് ശാഖകൾ തുടങ്ങുന്നതിന് റിസർവ് ബാങ്കിൽ അനുമതി ചോദിക്കുകയും റിസർവ് ബാങ്കിൻ്റെതായ ലൈസൻസ് ലഭ്യമാക്കുകയും ചെയ്താൽ മാത്രമേ ഒരു ബാങ്ക് ശാഖ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. പലപ്പോഴും നമുക്കറിയാം, ഒരു ബാങ്ക് ശാഖ തുടങ്ങുന്നതിന് മുമ്പ് അതിന്റെ റീജിയണൽ ലെവലിലുള്ള ഉദ്യോഗസ്ഥർ, ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ വരികയും അവിടുത്തെ പ്രധാന സാമൂഹ്യ പ്രവർത്തകരുമായിട്ടൊക്കെ ഇക്കാര്യങ്ങൾ പറയുകയും അതുപോലെ തന്നെ അതിന്റെ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് ഒരു ശാഖ വരിക. സ്ഥിരമായ ജീവനക്കാരുടെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും ആദ്യം ഒരു ശാഖ ആരംഭിക്കുക എന്ന് പറയുന്നത്. പുതുതായി അപ്പോയിന്റ് ചെയ്യാറില്ല ഒരു ശാഖയിലേക്ക് ആളുകളെ. എന്നാൽ താൽക്കാലികമായി സ്വീപ്പർമാർ, പ്യൂൺ അങ്ങനെയുള്ള ചില ആളുകളെ മാത്രമേ എടുക്കാറുള്ളൂ. നമ്മൾ ബാങ്ക് ഇടപാട് നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നുകൂടിയുണ്ട്. അതായത് ഇങ്ങനെ ഒരു ശാഖ അവിടെ നിലനിൽക്കുന്നു, ഇത് ഒഫീഷ്യലായിട്ടുള്ള ശാഖ തന്നെയാണ്, ഇത് ഔദ്യോഗികമായി അവരുടെ സൈറ്റിലും മറ്റും കയറി നോക്കി ഇങ്ങനെ ഒരു ശാഖയുണ്ടോ, ഗൂഗിളിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇന്ന ബ്രാഞ്ച് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിയുമ്പോൾ ഉടനെ തന്നെ നമുക്ക് അവരുടെ IFSC കോഡും അക്കൗണ്ട് നമ്പരും ഫോൺ നമ്പരും അതിന്റെ മറ്റു വിവരങ്ങളും എല്ലാം അവിടെ കാണാൻ കഴിയും.
ജനങ്ങളെ ഇക്കാര്യത്തെക്കുറിച്ച് കൂടുതൽ അവബോധം കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതൊരു ആദ്യമായി വന്ന ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ ഇത്തരം ചതിക്കുഴിയിൽ പെടാതിരിക്കുവാനുള്ള മുൻകരുതലുകൾ ജനങ്ങൾക്ക് എടുക്കേണ്ടത് എങ്ങനെയെന്ന് റിസർവ് ബാങ്കും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും അതുപോലെ ബാങ്കിംഗ് മേഖലയിലെ വിദഗ്ധരും തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് ബോധവൽക്കരണം നടത്തുന്നതായിരിക്കും എന്നാണ് പറയാനുള്ളത്. അപ്പൊ അതുകൊണ്ട് ജനങ്ങൾ ജാഗരൂകരാവുക. ഒരു ബാങ്ക് ഉണ്ട്, ഒരു ബ്രാഞ്ച് ഉണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ ജെനുവിൻനെസ് കൃത്യമായി പരിശോധിക്കുക. പരിശോധിച്ചിട്ട് മാത്രമേ അവിടെ അക്കൗണ്ട് തുടങ്ങാവൂ, അവിടുത്തെ ഇടപാടുകൾ നടത്താവൂ. അതുപോലെ നിയമനം തരുന്നുവെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവിടെ ഉടനെ കാശും കൊണ്ടുകൊടുത്ത് നിയമനം നേടുകയില്ല. നിയമനം നടത്തുന്നവർക്ക് അതിനുള്ള അധികാരമുണ്ടോ, എങ്ങനെയാണ് ബാങ്കുകൾ ജീവനക്കാരെ നിയമിക്കുന്നത്, അതിനുള്ള പ്രൊസീജിയർ എന്താണെന്ന് മനസ്സിലാക്കി മാത്രമേ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് അപേക്ഷ വരുമ്പോൾ അതിന് അപേക്ഷിക്കുകയും അതിന്റെ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുകയും ഇവിടെ കാശ് വരെ കൊടുത്ത് അവിടെ നിയമനം നേടിയെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ തട്ടിപ്പുകളിൽ നമ്മൾ കൂടുതൽ ജാഗരൂകരാകേണ്ട കാലമാണ് എന്ന് ഈ കാര്യം നമ്മളെ കൂടുതൽ ഓർമ്മിപ്പിക്കുകയാണ്. സാങ്കേതിക വിദ്യ വികസിക്കുന്നതിനനുസരിച്ച് തട്ടിപ്പുകളും കൂടുതൽ എളുപ്പമാവുകയാണ്. കെട്ടിലും മട്ടിലും യഥാർത്ഥമെന്ന് തോന്നിക്കുന്ന രീതിയിൽ ബാങ്കിൻ്റെ ശാഖ ആരംഭിക്കുകയും അവിടെ നിയമനം നടത്തുകയും ഇടപാടുകൾ നടത്തുകയും ചെയ്തവർ ചില്ലറക്കാരൊന്നുമല്ല. തട്ടിപ്പുകാർ എന്ത് ചെയ്യാനും മടിക്കില്ല. നാം കരുതിയിരിക്കുക തന്നെ. ഇന്നത്തെ ശ്രദ്ധ ഇവിടെ സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് സി മനോജ്. ആശയം നിർവഹണം സി കൃഷ്ണകുമാർ. ശ്രദ്ധ.